അത്തൻ ചിത്ര ചോതി അവിട്ടം തിരുവോണാണല്ലോ. ഏതാ ബ്രാൻഡ്? തിരുവോണത്തിന് മുമ്പ് എന്തായിരുന്നെങ്കില് ഉത്രട്ടാതി ഉത്രാടം സോറി. അത് പറയുമ്പോ നമ്മള് പൈതൃക ശോഷണം സംഭവിച്ചിരിക്കുന്നു. ഒരു നീല കളറില് പൂവുണ്ടല്ലോ, ശംഖുമുഖം. ശംഖുമുഖല്ല, അത് സ്ഥലമാണത്. ഓ ശംഖുമുഖി, ശംഖുമുഖി. കുട കാണില്ലല്ലോ. ശ്രീമാൻ ആയത്തെ ഇത് പറഞ്ഞത് 10 കൊല്ലം മുമ്പത്തെ ഒരു കഥയാണ്. പിന്നെ വളരെ അണ്ടർഡോഗ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടറാണ് അഖിൽ കെ. അങ്ങനെ അന്ന് ഓ ലൈൻ കട്ട്. രണ്ടായിരത്തി 2025 നമ്മുടെ ഓണം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അതിഥികളാണ് ഉറുഗ്വേയിൽ നിന്ന് ആനന്ദ്, കൊച്ചിയിൽ നിന്ന് മാമൻ, പഞ്ചാബിൽ നിന്ന് രാജൻ, ന്യൂയോർക്കിൽ നിന്ന് സാംവി, മലപ്പുറം വേങ്ങരയിൽ നിന്ന് KV, പിന്നെ കോഴിക്കോട് നിന്ന് ഞാനും. എങ്ങനെ നോക്കി കാണുന്ന KV 8 വർഷത്തിന് ശേഷം ഒരു ഓണപരിപാടി അവതരിപ്പിക്കുമ്പോൾ കോളേജ് ഇളക്കി മറിച്ച നമ്മുടെ KV ആണ് ഓണത്തിനെ കുറിച്ച് കൂടുതൽ പറയാനുണ്ടാവും. കാരണം നമ്മുടെ വ്യൂവേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് ഒരു കാലത്ത് കോളേജിലെ ഓണ പ്രോഗ്രാമിന് ഞങ്ങളുടെ സാറ് വെറുതെ മൈക്കെടുത്ത് KVനോട് അവതരിപ്പിക്കാൻ പറ്റുമോ ചോദിച്ചു. അത് പാലക്കാട് ഒറ്റപ്പാലം കൂട്ടുപാത വിറപ്പിച്ച മനുഷ്യനാണ്. ഒറ്റ മൈക്കൊണ്ട് 2 ദിവസം എന്ത് ആ ഇവന്റിൽ നിന്ന് ഈ ഇവന്റിലേക്ക് വന്നപ്പോൾ പോയി ഇളകുന്നില്ല അവിടുന്ന്. ഫാൻ കറങ്ങുന്നുണ്ടോ നോക്കിയേ? ഫാൻ കറങ്ങുന്നില്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട്. എന്റെ ഇരുത്തം കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നുന്നു? റോയൽ വെക്ക് വിളിച്ചോ വേണമെങ്കിൽ പഴയ ഓർമ്മ പുതുക്കാൻ. എന്തിന്, ആർക്ക് വേണ്ടി? ഈ ഓണം നന്നായിട്ട് കാണുന്നു. എന്താ കാരണം എന്നറിയാം, നമ്മൾ കുറേ ആയിട്ട് പ്ലാൻ ചെയ്യുന്നതിനും പഠിക്കുന്ന കാലത്ത് എക്സാമിന്റെ തലേന്ന് വരെ സിനിമാ ചർച്ചകളും ലോകകാര്യങ്ങളും പലതും ഭയങ്കര ഡീപ്പായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അന്നേ വിചാരിക്കുന്നത് എന്തുകൊണ്ട് ഇതൊന്ന് പ്രോപ്പർ ബ്രോഡ്കാസ്റ്റ് ആയിട്ട് ചെയ്തുകൂടാ. പക്ഷേ സാഹചര്യവശാൽ സാമ്പത്തികവശാൽ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. കൊല്ലങ്ങൾക്ക് ശേഷം പല നഗരങ്ങളിൽ നിന്നാണെങ്കിലും നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നു. അത് ഈ ഓണത്തിന്റെ ഒരു മെച്ചാണ്. കാരണം കഴിഞ്ഞ കൊല്ലം വരെ നമ്മളെ പ്ലാനിൽ മാത്രം കിടന്ന സാധനമാണിത്. അറിയാം, വെറും മാമനാണ് നമ്മുടെ ഇന്നത്തെ വ്യൂവർ. ബട്ട് സ്റ്റിൽ അടുത്ത ഓണാകുമ്പോഴത്തേക്ക് നോക്കിയോ ഫുൾ വ്യൂ ഞാൻ എല്ലാരും നോക്കി കാണുന്നു. അതെ, അടുത്ത ഓണാകുമ്പോഴത്തേക്ക് നമ്മുടെ ലൈവിന് കേറാൻ തിക്കും തിരക്കുമായിരിക്കും ആൾക്കാർക്ക്. ഞാൻ 4 അക്കൗണ്ട് ഉണ്ടാക്കും. അതെ, ബൈ ദ വേ നമ്മുടെ ഇനി വരാൻ പോകുന്ന പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് മാമനാണ് നമ്മുടെ ഇന്നത്തെ മാവേലി. സാന്റാക്ലോസ് പോലെ തോന്നുമെങ്കിലും മാമനാണ്. അതെ, കൊട കിട്ടാത്തോണ്ടാണ് പോപ്പിക്കോട വെച്ചത്. വയറൊക്കെയാണ്. എങ്ങനെ എന്താ രാജ പഞ്ചാബിലുള്ള ഓണവിശേഷങ്ങള്? പഞ്ചാബത്തെ ഓണവിശേഷം, പഞ്ചാബിൽ ഓണമില്ല കുട്ടി. അതുകൊണ്ട് പഞ്ചാബിൽ ഓണവിശേഷം ഇല്ല. അല്ല, ഇവിടെ ശശിയോ ഉറുഗയില് പൂക്കളൊക്കെ ഇടാൻ പ്ലാൻ ഉണ്ടോ? ഉറുഗ്വേയില് പൂവില്ല, പൂക്കളം എന്തെങ്കിലും പക്ഷെ പൂക്കളുണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക് ആണോടാ? ഒന്നുമില്ലടാ, അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക, മലയാളീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൂട്ടത്തില് ചില്ല് ചെയ്യുക. അല്ലെങ്കിൽ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടോ ഓണപരിപാടി പോലെ എന്തെങ്കിലും? എല്ലാ കൊല്ലം ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ മലയാളി ഇവിടുത്തെ കരയോഗം പ്രസിഡന്റ് ഇവിടെ മലയാളീസ് കുറവാടാ. ഒരു താല്പര്യമില്ലാതെ എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ടായിരുന്നു. ഈ കൊല്ലം ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലമൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് പണ്ടൊക്കെ ഇങ്ങനെ മലയാളീസ് എല്ലാവരും ഒരുമിച്ച് എല്ലാ പരിപാടിയിലും ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ പിന്നെ അതിന്റെ ഇടയിലും ഒരു ഗ്രൂപ്പിസം വന്നു. അപ്പം കുറച്ച് പേര് വേറെ രീതിയിൽ ആഘോഷിക്കും, നമ്മളെ രീതി ആഘോഷിക്കും. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. മാമന് പിന്നെ കളർ വയ്ക്കല്ലേ? അല്ല, ഞാൻ ഇപ്പൊ ശശി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. ഈ പുറമേയുള്ള ആളുകളാണ് മലയാളികളും കൂടുതൽ ഓണം ആഘോഷിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് ഏരിയയിലൊക്കെ നല്ല രീതിയിലുള്ള പറഞ്ഞത് ഉൾട്ടയാണ്. ഓൻ പറഞ്ഞത് ഇപ്പൊ അങ്ങനെയൊന്നും ആഘോഷിക്കുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു മാമനൊരു ജനറൽ ഫാക്ട് പറഞ്ഞാണ്. പൊതുവായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളവരാണ് ഓണം നന്നായിട്ട് ഇപ്പോഴും ആഘോഷിക്കാറുള്ളത്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ചിലപ്പോൾ തോന്നില്ല. പിന്നെ മാത്രമല്ല, പണ്ടത്തെ പോലുള്ള ആഘോഷങ്ങളൊന്നും ഇപ്പൊ ഇല്ലല്ലോ. മറ്റേ അത് മാത്രല്ല, ഞാൻ പറയുമ്പോ നമ്മളെ പൈതൃക ശോഷണം സംഭവിച്ചിരിക്കുന്നു. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഈ അത്തൻ ചിത്ര ചോതി അവിട്ടം തിരുവോണാണല്ലോ.
ഇവരെന്താ ബാധ കയറിയിരിക്കുന്നുണ്ടാ. എടാ റെസ്പെക്ട് കൊടുക്കടാ, മാവേലിയാണ്, മാമനല്ലെന്ന്. പറയപ്പെടോ. തിരുവോണത്തിന് മുമ്പ് എന്തായിരുന്നെങ്കില് തിരുവോണത്തിന് മുമ്പ് ചതയോ? ഉത്രട്ടാതി ഉത്രാടം ഉത്രാടം സോറി. കഴിഞ്ഞിട്ട് കാലം കൊറേ പോവും അങ്ങോട്ട്. അതല്ല ഇവിടെ പറയേണ്ടത്. ഓണത്തിന് മുന്നെന്താന്ന് പറ. ഓണത്തിന് മുമ്പേ ഉത്രാടം. വിട്ടു. ഉത്രാടം ഓണം കഴിഞ്ഞിട്ടാണ് ഉത്രാടം. അല്ല, ചെറിയോണാണ് ഉത്രാടം. ചെറിയോണാണ് ഉത്രാടം. ഉത്രാടം ഈ സൂര്യ ടിവിയിലൊക്കെ കണ്ടില്ലേ ഉത്രാട ദിന പ്രത്യേക പരിപാടികൾ? മാമ ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. ഉത്രാടം തിരുവോണം. അപ്പൊ ഞാൻ പറഞ്ഞു പോയത് ഉത്രാടത്തിന് മുന്നെന്താ? അത്തം 10 തിരുവോണം. ഇവനാണോ പൈതൃക ശോഷണം എന്നൊക്കെ പറഞ്ഞു? അല്ലടാ, ഞാൻ പറഞ്ഞ പൈതൃക ശോഷണം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഉത്രാടത്തിന്റെ സമയത്തൊന്നും മലയാളികൾ ശരിക്കും പൂക്കളല്ലടാ. പിന്നെ പകുതിക്ക് വെച്ച് നിർത്തലടാ, മൊത്തം കംപ്ലീറ്റ് ചെയ്യും. തൃക്കാക്കരപ്പം തന്നെ സംഭവം ക്രിയേറ്റ് ചെയ്യും. മണ്ണോട്ടൊക്കെ കുഴച്ചിട്ട് അത് രൂപം ഉണ്ടാക്കി അങ്ങനത്തെ കുറേ അത് സാധനങ്ങളൊക്കെ സൗത്തിലാണ്, നോർത്തിലില്ല. നമ്മള് നോർത്ത് കേരളക്കാരെ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. കോഴിക്കോടും ഞങ്ങള് വെള്ളാരക്കല്ലൊക്കെ വെക്കല്. ഞങ്ങൾ വയ്ക്കലുണ്ട്. നിങ്ങൾ വെക്കല്ലോ, നമ്മള് വെക്കല്ലോ. നമ്മള് വെക്കലുണ്ട്. അപ്പൊ എനിക്ക് നോർത്ത് അങ്ങനെ പറയാൻ അറിയില്ല. എന്നാലേ അത് ഉണ്ടാക്കിയിട്ട് ഈ കോലൊക്കെ എഴുതിയിട്ടൊക്കെയാണ് വെക്കുക. കോലോ? ഉത്രാടത്തിന് ചെയ്യാ. ആ കോലം എഴുതി അതിന്റെ മോള് മെഴുകിയിടും. അത് ഉത്രാടത്തിന് ചെയ്യാന്ന്. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തിയില്ല. പൈതൃക ആ ശോഷണം ക്യാ എന്ന് കേന പറഞ്ഞാല് ചാത്തേ ഹോ? പൈതൃക ശോഷണം എന്ന് പറഞ്ഞാല് നമ്മളുടെ അടിവേരുകൾ നഷ്ടപ്പെടുന്നു. അതായത് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജനത നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതാ ബ്രാൻഡ്? അതല്ല പവർ ഈ അല്ല ഇപ്പോഴുള്ള ആളുകൾ മരത്തിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടേ വെക്കുക ചെയ്യുന്നത്. ഈ മണ്ണുകൊണ്ടൊന്നും ഇത് കുഴച്ചുണ്ടാക്കാൻ ആർക്കും അറിയൂല. എടാ അത് ശരിയാട്ടോ മാമൻ പറഞ്ഞത്. അതായത് റെഡിമെയ്ഡ് സാധനം കിട്ടും ഇപ്പൊ തൃക്കാക്കരപ്പനെ. പണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് മണ്ണ് കിളച്ചെടുത്തിട്ട് അത് അത്യാവശ്യം നല്ല ചരലൊക്കെ തരിച്ച് മാറ്റിയിട്ട് ആ മണ്ണോട് വെള്ളം കൂട്ടി കുഴച്ചിട്ട് ഉണ്ടാക്കി വെക്കുമായിരുന്നു നമ്മളോടൊക്കെ. നിങ്ങളവിടെ ഉണ്ടോ വിഘ്നേഷ്? അങ്ങനെയൊന്നും ഇല്ലടാ. നമ്മള് ഓണത്തിന് അന്ന് പൂക്കൾ ഇടും, വേറെ ഒന്നുമില്ല. എടാ ഞങ്ങൾ ശരിക്കും നമ്മളിവിടെ എങ്ങനെയാ എന്താ പറയുക, അത്തം 10 സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 10ാം ദിവസമല്ലേ തിരുവോണം. ഈ 10 ദിവസം കൂടി ഈ തിരുവോണത്തിന്റെ ഒരു ദിവസം മുമ്പായിട്ട് ഉത്രാടത്തിനാണ് നമ്മൾ ഈ അരിമാവ് കൊണ്ട് ഈ ഇതൊക്കെ തരച്ചിട്ട് അതിന്റെ നടുവില് തൃക്കാക്കരപ്പനെ വെക്കുന്നത്. അത് പലതും കുത്തും ചിലപ്പോ. നമ്മളവിടെയൊക്കെ ഫോളോ ചെയ്യുന്ന തൃക്കാക്കരപ്പൻ എന്ന് പറയാൻ നമ്മളൊക്കെ ഈ ഇതില്ലേ വെള്ളാരങ്കല്ലില്ലേ, അതിന്റെ അങ്ങനത്തെ ഒരു സാധനം നടുവിൽ വെക്കും. എന്നിട്ട് തുമ്പടും ആദ്യം. എന്നിട്ട് അതിന്റെ പുറത്ത് വേറെ കളേഴ്സും പരിപാടികളൊക്കെ ചെയ്യും. അപ്പോ 10 ദിവസം ഓരോ ദിവസം ഓരോ കളർ കൂടി കൂടി വരണമെന്നോ 10ാമത്തെ ദിവസം ആകുമ്പോൾ കുറെ കളർ വേണം പൂക്കളത്തിൽ നിന്നോ അങ്ങനെ എന്തോ ഒരു പരിപാടിയൊക്കെയാണ് നമ്മൾ കേരളത്തിലുള്ള ആചാരമാണോ? മാവേലി കൂടി കേട്ടിട്ടില്ല അത്. ചിലപ്പോ എന്റെ വീട്ടിൽ മാത്രം ഉണ്ടാക്കിയ റൂൾസ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാലേ ഒരു മാവേലിയല്ലേ വരുന്നുള്ളൂ. ഇതിപ്പോ മൂപ്പരെ കൺഫ്യൂഷൻ ആവുള്ളത്. ചിലയിടത്തുണ്ടോ മറ്റേ ഈ പിന്നെ ഓരോ ദിവസം ഇങ്ങനെ കൊട വെക്കുന്ന ചെമ്പരത്തിയൊക്കെ ഞങ്ങളുണ്ട്. 10ാം ദിവസം 10 കൊട. കൊട വെക്കുക എങ്ങനെ അറിയോ? ഈ തൃക്കാക്കരപ്പം മണ്ണുകൊണ്ടാണല്ലോ, മഴ ചെയ്യുമ്പോ നനയാതെ വേണ്ടിട്ട് കൊട വെക്കും. അയ്യോ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോ ഞാൻ ഈ തൃക്കാക്കരപ്പന്റെ മേലെ കോർത്ത് വെക്കുക അങ്ങനെ എന്തോ ആന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കൊട വെക്കുന്നുണ്ടെങ്കിൽ അത് ഓലക്കൊട വേണം വെക്കാൻ. ആ കൊടയല്ല, ഇത് ഈളിന്റെ മുകളിൽ ചെമ്പരത്തിയോ മറ്റോ വെച്ചിട്ട്. അയ്യോ, ആ കൊടയല്ല കോഴിക്കോട് മാത്രമുള്ള റൂൾ അതൊക്കെ. സത്യം, നമ്മളെ ഭാഗത്താണ് ആ കൊട ഉള്ളതെന്ന് തോന്നുന്നു. ആരവിടെ ദേവി? നമ്മളിവിടെ കൊട വെക്കൂല. അത് കൊടന്ന് വെച്ചാൽ ഈ ചിലപ്പോ ഈ ജോൺസിന്റെ പോപ്പിൻസിന്റെ കോപ്പിയൊക്കെ കൊട മറ്റൊരു ഒരു പൂ പേടിപ്പിച്ചല്ലോടാ. ഓണത്തിന്റെ ഇടയ്ക്ക് അത് കാണുന്നറിയില്ല. കാണുന്നുണ്ട്? ഇല്ല, അത് കാണൂല. ബാക്ക്ഗ്രൗണ്ട് ഓനൊക്കെ എന്റെ മേത്തെടുത്തേക്ക് എന്നാ കാണാം. ഓനെ കടിയിട്ട് അച്ഛനായിട്ട് തെഞ്ചത്ത് വെക്കാൻ തോന്നുന്നുണ്ടോ?
സാറൊക്കെ അടിച്ചോണ്ടോ സൗണ്ട് കേട്ടപ്പോഴല്ലേ ചെറിയ ഡോക്ടറേറ്റ്. ഓ ഓ ലൈൻ കട്ട് ലൈൻ കട്ട്. ഓ ഇത് മറ്റേ ഹാഷിറിന്റെ മറ്റേ ഇതിലുള്ള ഇതുണ്ട്. ഒന്നും ചെയ്യലടാ പാവടാ. ഹായ്, നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം. ഇതിന്റെ DTS സൗണ്ട് ഇട്ടാ പേടിക്കിട്ടോ. സത്യം, സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആളും സൗണ്ടും തമ്മിൽ വലിയ ബന്ധമില്ല. ഞാനൊരു അൽസേഷൻ ഒക്കെയാന്നാ വിചാരിച്ചത്. സൗണ്ട് എങ്ങനെയുണ്ട്? സൂപ്പർ സൗണ്ട്. മൊത്ത കടി കിട്ടണ്ട, സൂക്ഷിച്ചോ. ഒന്നും മിണ്ടുന്നില്ലണത്. ഫ്രഞ്ച് കിസ് ഒക്കെ അടിക്കുന്നുണ്ട് ലൈവില്. വിഘ്നേഷ് എടാ എന്താ പേരിട്ടിട്ടുള്ള പേര് പറ. ഇതിന്റെ ലൂസി. ലൂസിക്ക് എല്ലാവിധ ലൂസിമോളെ. മാമ അനുഗ്രഹം കൊടുക്കും ലൂസിക്ക്. ഞങ്ങളെ മാവിയില്ല കുച്ചിട്ട മതി. അല്ല, അപ്പൊ വേറൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. പൈതൃക ശോഷണം വിട്ടുപോയി. പൈതൃക ശോഷണം എന്ന് പറഞ്ഞാൽ അതിൽ മാത്രമല്ല, ഓണത്തിന് പിന്നെ നമ്മൾ ഈ ചേമ്പിലയിലായിരുന്നു പൂ പറിക്കാൻ പോയിരുന്നത്. അല്ല, അപ്പൊ ഇങ്ങനത്തെ ചേമ്പിലയിലായിരുന്നു നമ്മൾ പൂക്കൾ ശേഖരിച്ചിരുന്നത്. അതും ഹനുമാൻ കിരീടം, ചെമ്പരത്തി, മുക്കുറ്റി, പിന്നെ ഒരു നീല കളറില് പൂവുണ്ടല്ലോ, ശംഖുമുഖം. ശംഖുമുഖം അല്ല, അത് സ്ഥലമാണ് അത്. ഓ ശംഖുമുഖി. ശംഖുമുഖി നീല കളറിലൊരു പൂവുണ്ടല്ലോ, ശംഖുപുഷ്പം. അതല്ല, നീല കളറിലൊരു പൂവുണ്ട്, കാക്കപ്പൂ. അങ്ങനെന്തോ അതിന്റെ പേര് തോന്നുന്നു. വേലിയേരിയാണോ? ശശി കേരളത്തിന്റെ നമ്മളൊന്നും അറിയാത്ത ഏതോ ഭാഗത്തു നിന്നാണ് പൂണ്ട് അരിപ്പൂ എന്നൊക്കെ അരിപ്പൂ കേട്ടിട്ടുണ്ടോ? ഈ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഒരു പൂവിന് തന്നെ വേറെ വേറെ പേരുണ്ടാവും. ഈ വേലിയേരി അരിപ്പൂവൊക്കെ അല്ലേ ഇവിടെ ഉറുഗ്വേയിലുണ്ടോ? സൗത്ത് അമേരിക്കയിൽ നിന്ന് പോയ സാധനമാണോ തോന്നുന്നു. ചിലപ്പോ ആയിരിക്കും. പറങ്കിമാങ്ങ വന്നിരിക്കുന്നത് പോർച്ചുഗീസ് എന്നല്ലേ? ശരിയാ. പൈതൃകം പറങ്കിമാങ്ങ. പൈതൃകം. അപ്പൊ ഇപ്പൊ അങ്ങനത്തെ പറക്കലൊന്നുമില്ല, വാങ്ങലേ ഉള്ളൂ. സമൂഹം താഴോട്ടേക്ക് പോയി. ശാസ്ത്രം മുകളിലോട്ട് അങ്ങനെ ഒരു മറ്റേ സാധനല്ലേ? അല്ല, വേറൊരു സാധനം നമ്മളെ. അല്ല, മാമൻ പറഞ്ഞത് ശരിയാ, ഞാൻ യോജിക്കുന്നു. കാരണം ഞാൻ കുട്ടിയായിരിക്കുമ്പോ എന്ത് ചെയ്തിരുന്നു, നമ്മൾ തൊടിയിൽ കൂടെ ഒക്കെ നടന്നിട്ട് ഈ പറഞ്ഞ പോലെ കൊടുവണ്ണീന്റെ ഇല ഉണ്ട്. കൊടുവണ്ണീന്റെ ഇല ഇങ്ങനെ കുമ്പിളാക്കിയിട്ട് ഇറക്കിളോണ്ട് കുത്തിയിട്ട് അതില പൂ ശേഖരിക്കുക. അതുപോലെ ചേമ്പിന്റെ ഇല, ഈ ചെറിയ പുള്ളിച്ചേമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ വലിയ മറ്റേ ചേമ്പല്ല. പിന്നെ അതുപോലെ പുള്ളിച്ചേമ്പ് എന്ന് പറയാ, നല്ല രസം കാണാൻ. പിന്നെ ഇതുപോലെ ഹനുമാൻ കിരീടം എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ, കൃഷ്ണകിരീടം എന്നൊക്കെ ചിലടത്ത് പറയാറുണ്ട്. ചോന്ന കൃഷ്ണമുടി ആയിച്ച കൃഷ്ണമുടി, നമ്മളെ കൃഷ്ണമുടി. അത് പഗോഡ ഫ്ലവർ എന്നല്ല അതിന് പറയാ. അങ്ങനെയല്ലേ നമ്മള് ഹനുമാൻ കിരീടം എന്നാ പറയുന്നത്. പിന്നെ അല്ല, പിന്നെ ആളുകളുടെ ഇടയിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു. മാമൻ പറഞ്ഞ പോലെ ഞാനൊക്കെ ഗവൺമെന്റിൽ പറയണമെങ്കിൽ കളക്ട് ചെയ്തിട്ടുള്ള പൂകൾ വെച്ചാല് മുക്കുറ്റി, അവൻ പറഞ്ഞ പോലെ മുക്കുറ്റി പൂണ്ട്, മുക്കുറ്റി ഉണ്ട് നിലത്ത് പറ്റിയ. അത് ഭയങ്കര ടാസ്ക് ആണ്. മഞ്ഞ നിറ മുക്കുറ്റി ഇങ്ങനെ ഇപ്പൊ കാണില്ല. അത് നമ്മള് എടുക്കാനുള്ള പാട്. അതുപോലെ പിന്നെ തുമ്പ എന്ന് വെച്ചാൽ വളരെ കാശിത്തുമ്പ, വളരെ ചെറിയ സാധനമായിരിക്കും വൈറ്റ് നിറത്തില്. അത് നമ്മൾ തുമ്പയ്ക്ക് ഈ ഐതിഹ്യമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നീലല്ല, റോസ് കളറിലെ കോഴിപ്പൂ നോക്കാക്കൂ അങ്ങനെന്തോ പറയാം. അത് പിന്നെ നമ്മളൊരു പച്ച ഇലുള്ള ചീര പോലൊരു സാധനമല്ല, അതെടുത്ത് അരി പൂവിന്റെ ഷോർട്ടേജ് കുറയ്ക്കാൻ വേണ്ടിട്ട്. പിന്നെ അതിന് ഇലയിടും, ശരിയാണ്. പിന്നെ നമ്മൾ കളക്ട് ചെയ്തിരുന്നത് മുല്ലപ്പൂ. മാവന അത്യാവശ്യം ഓർക്കിഡ് ഞങ്ങൾ അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവല്ലോ മൊസാണ്ട. പിന്നെ വേറെ സാധനം പൂച്ചവാല്. പൂച്ചവാല് ശരിയാ. എടാ സത്യം പറയട്ടെ, ആ സാധനം ഇപ്പൊ കാണാനേ ഇല്ല. കേട്ടോ, പൂച്ചവാലൊന്നും ഇപ്പൊ തീരെ ഇല്ല, എവിടെയും കാണാനില്ല. വംശനാശം അല്ല, ഈ ജന്തുക്കൾ നശിച്ചാൽ വംശനാശം എന്ന് പറയും. ഈ മരം നശിച്ചോ എന്താ വിളിക്കുന്ന വംശം സ്പീഷീസ് ആണല്ലോ, വേറൊന്നല്ലോ. ജന്തുക്കളില് സ്പീഷീസ് രണ്ടിലും ഉണ്ടല്ലോ. വീടിന്റെ ചുറ്റുള്ള പറമ്പ് ഈ പറഞ്ഞ ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു സാധനം കൂടെ ഇല്ല. ആകെ ഈവൻ തുമ്പയും കുറവാ.
അഖിലേ എങ്ങനെ ഉണ്ടാവും ഇങ്ങനെ മൊത്തം വെട്ടിയിട്ട് മെറ്റലിട്ടത് അല്ല ഓ വലിയ അത് കാര്യമായിട്ട് പറഞ്ഞതാണ് അത്. 3 നിലയുടെ വീടെടുത്തിട്ട് ഫുള്ള് ഇവിടെ ഉണ്ടായിരുന്ന ചെടിയൊന്നും കാണാനില്ലാന്ന്. മെറ്റലിട്ടു, ഒരു പൂ പോലും വളരാൻ ഗ്യാപ്പില്ല അവിടെ. എന്നിട്ട് പറയാ ഓടായി പോയില്ല. ഇതാണ് മലയാളികളുടെ ശാപം. എല്ലാം നമ്മൾ ചെയ്യും. ഞാൻ മാത്രമേ ഓണം ഇട്ടുള്ളൂ അതില്. അല്ല ജെൻസിന്റെ ഓണത്തിനെ കുറിച്ച് വിഘ്നേഷിനോട് ചോദിക്കാം. വിഘ്നേഷ് എങ്ങനെ വയറൊക്കെ വെച്ച് വന്ന് ശരിയല്ലേ? എന്നിട്ട് കൂട്ടത്തില് ഓണത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ ആർക്കും അറിയില്ല, ആ കണക്കേ അറിയുള്ളൂ. അതാണ് എന്റെ മേത്തേക്ക് ഇടുന്നത്. പണി ചെയ്യുന്നുണ്ട് വിഘ്നേഷ്, അന്റെ ജെൻസി ഓണവും പിന്നെ ന്യൂയോർക്കിലെ ഈ വർഷത്തെ ഓണാഘോഷവും എങ്ങനെ നോക്കി കാണുന്നു? ജെൻസി ഓണം എന്ന് പറഞ്ഞാൽ ഓണ സദ്യ മാത്രം, അത് മാത്രമേ വേണ്ടുള്ളൂ. അതില്ലെങ്കിൽ ഓണമില്ല. പൂക്കളിടുന്ന പരിപാടിയില്ല. ഞാൻ ഫുഡ് വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചിരുന്നോ? ബൈ ബൈ. വീട്ടിൽ ചിലപ്പോ വീട്ടിലത്തെ പൂക്കളം ഇടും വീടിന്റെ ഉള്ളില്. പിന്നെ ഓണ സദ്യ ആക്കിട്ട് തറ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടോ പുറമെ? വീട് അല്ല, വെറുതെ അല്ലാണ് എന്നെ പാതാളത്തിലേക്ക് താഴ്ത്തിയത്. ഒരു വാമനം കൂടി വേണമായിരുന്നു. വാമനൻ അല്ല, മാമൻ എന്താ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത? മാമൻ മാവേലിയാണല്ലോ. അല്ല ഓണം ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഇട്ടോ? അപ്പോഴും കൊട കാണില്ലല്ലോ. കൊട കാണൂലല്ലോ, കൊട ഇറേസ് ആയി പോലെ. ഇവനെ ജെൻസി എന്നൊക്കെ ഹൈപ്പ് കൊടുത്തിട്ട് വളരെ ബേസിക് ടെക്നോളജി ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കുന്നത്? അപ്പോൾ കൊട കാണില്ലല്ലോ. അല്ല, നിങ്ങളെല്ലാം ഒരു അസംഷൻ ഉണ്ട്, ജെൻസി പറഞ്ഞ ടെക്നോളജി എല്ലാം അറിയുന്നല്ലേ? അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങള് പൊട്ടന്മാരാണെന്നാണ് ഈ അതിനെ പ്രതിനിധീകരിക്കുന്ന വേറൊരു അസംഷൻ ഉണ്ട് നിങ്ങൾക്ക്. ടെക്നോളജി അറിയില്ല എന്ന് പറഞ്ഞ പൊട്ടന്മാരുന്ന അത് ശരിയല്ല. അറിയില്ല എന്ന് പറയുന്ന വാക്ക് തന്നെ ഭയങ്കര ഇതാണ്, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. പൊട്ടന്മാരെന്ന് പറയുമ്പോൾ ശരിക്കും പറയുന്നത് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരെ പണ്ട് ആൾക്കാർ കളിയാക്കി വിളിക്കുന്നതാണെന്ന് തോന്നുന്നു. അല്ല, പെട്ടെന്ന് ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ ഓണപ്പൊട്ടൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ഓണപ്പൊട്ടൻ എന്തൊരു സംഭവം ഉണ്ട്, അതെന്തായിരുന്നത്? മാവേലി കേവിക്ക് അറിയാൻ തോന്നുന്നു. പറയൂ കേവി. പൊട്ടൻ സംബന്ധിച്ച കാര്യമാണ് എനിക്കറിയില്ല. മാമ, എന്താണ് ഈ ഓണപ്പൊട്ടൻ? അത് ഈ പൊട്ടാ വിളിച്ച് കുട്ടികൾ ഓടുന്നല്ലേ? നന്നായി ലൈവിൽ ആരുമില്ല, ഞാൻ ലൈവായിട്ട് തെറിയട്ടെ. ഇത് അറ്റ്ലീസ്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തെങ്കിലും മാറ്റാന്ന് വിചാരിക്കും. ഇതെങ്ങനെ നാട്ടുകാർ ഓണത്തിനിടയ്ക്ക് പൊട്ടത്തരങ്ങൾ കാണിക്കുന്നവനെ നമ്മൾ ഓണപ്പൊട്ടൻ എന്ന് വിളിക്കും. അല്ലല്ല, ഓണപ്പൊട്ടൻ വേറൊരു സംഭവം. ശരിക്കും നടക്കുന്ന പരിപാടി ഉണ്ട്, എന്റെ ഇതെനിക്കറിയില്ല. ക്യാരക്ടറാണ്. നമ്മൾ മറ്റേ പാട്ടൊക്കെ വരില്ലേ രാത്രി, സംഭാവനയൊക്കെ നമ്മള് കൊടുക്കും. ആ ഒരു അതിന്റെ പിന്നെ എന്താന്ന് അറിയില്ല, അങ്ങനെ വരുന്നറിയാം ചെറുപ്പം മുതലേ കണ്ടോണ്ട്. ഈ ക്രിസ്മസിന് ഇതിലേക്ക് മിക്സ് ചെയ്യല്ലേ? അല്ല, വരും. ഓണപ്പൊട്ടം വരാറുണ്ട് സംഭാവനക്ക്. അല്ല കാര്യം സ്റ്റാറൊക്കെ ആയിട്ട് വരുന്നു. അല്ലേ രാത്രി ഓണത്തിന് രാത്രി വേഷം കിട്ടി ഒരാൾ വീട്ടിലേക്ക് വരും, കേക്ക് ഉണ്ടാവും, ഞങ്ങൾ സ്റ്റാറൊക്കെ തൂക്കും. പാട്ടൊക്കെ പാടി അത് കഴിഞ്ഞ് മറ്റേ രാവിലെ കണിയും വെക്കുന്ന് പറയണേനു. വിഷു മാവേലിനെ കണി കാണാൻ വന്നിട്ട് പാട്ട് ഇസ്രായേൽ. അല്ല, മതസൗഹാർദ്ദങ്ങളുടെ ഒരു ഉത്സവമാണല്ലോ ഇതെല്ലാം. കേരളത്തിൽ എല്ലാരും ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഓണം എന്ന് പറഞ്ഞാല്. അത്രേ ഉള്ളൂ. ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. അത് കേരളീയരുടെ മാത്രം ഒരു ആഘോഷമായിട്ട് കാണേണ്ടതില്ല നമ്മൾ. പക്ഷെ നമ്മളെല്ലാരും ഓണത്തിന് പൂക്കളത്തിനേക്കാൾ മേലെ വേറൊരു സാധനം മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്താന്നുള്ളത്, വടംവലി. അത് നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോ അല്ലേ? അല്ല, നമ്മൾ ആ മെമ്മറി ആലോചിക്കുമ്പോഴേ നമ്മൾ ചെയ്യുന്ന മിസ്സിംഗ് അല്ല, ആ ഒരു ഇവന്റ് കോളേജിലുള്ള സമയത്ത് അടിപൊളിയായിരുന്നു. ഓണത്തിന്റെ 1-2 മാസം മുമ്പ് പ്രാക്ടീസ് തുടങ്ങുമായിരുന്നു. എന്ത് ഭ്രാന്താണല്ലേ തലക്ക് പിടിച്ച സമയത്ത്. സംഭവം എന്താ വെച്ചാൽ ഞങ്ങളെ കോളേജില് എല്ലാ ക്ലാസ്സുകളും തമ്മിൽ ഓണത്തിന് വടംവലി മത്സരം ഉണ്ടാവും. അപ്പൊ ഇത് ഒരുമാതിരി പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആ. ഈ കപ്പ് എന്ന് പറയുന്നത് ഓണത്തിന് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരണം എന്നുള്ള ഞങ്ങളുടെ ഒരു വാശി. അങ്ങനത്തെ ഒരു ആ ഒരു ടൈമിൽ അതാണ് പ്രാന്താണ്, അതായത് പറഞ്ഞാലും കേറൂല. അപ്പൊ ഓണത്തിന് 2 മാസം മുമ്പേ ഞങ്ങള് കയറ് വാടകയ്ക്ക് എടുത്തിട്ട് ഞങ്ങളെല്ലാരും വലിക്കുന്ന ഒരു ടീം ഉണ്ടാവും. ഒരു സൈഡിൽ നിർത്തിയിട്ട് അപ്പുറത്ത് നമ്മളെല്ലാരും കൂടി നിന്നിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കും. സിഗരറ്റോ
അല്ല വലിക്കുന്ന കുറച്ച് ടീംസ് അല്ല അത് കറക്റ്റ് ആയിരുന്നു ആ സമയത്ത്. അതായിരുന്നു. അങ്ങനെ ഞങ്ങള് ഇപ്പുറത്ത് കുറെ ആൾക്കാർ എന്നിട്ട് ഒരേ വലിക്കാത്ത ഞങ്ങള് വലിക്കൂല, പക്ഷെ ഓരോ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ മാത്രം. ഇത് ചെയ്ത് ഞങ്ങൾ വലിക്കില്ല, വലിപ്പിക്കുള്ളൂ. അതായത് വിഘ്നേഷേ, നമ്മള് കോളേജിൽ ഓണാഘോഷത്തിന്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് വെച്ചാല് ഈ പൂക്കള മത്സരം. അതിനൊക്കെ പുറമെ അന്ന് ഈ കുറെ മത്സര ഇനങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഈ വടംവലി മത്സരമാണ്. ഇപ്പോ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മൾ തന്നെ 2 ബാച്ച് ഉണ്ടാവും ഒരു ഇയറിൽ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ. അപ്പൊ ഈ 4 ഇയറിലെയും എല്ലാ ഇയറിലും 2 ബാച്ച് വെച്ചിട്ടുണ്ടെന്ന് 60 സ്റ്റുഡൻസ് വെച്ചിട്ട്. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആർക്കിടെക്ചർ ഉണ്ടായിരുന്നു. അവര് പിന്നെ വന്നു. എഞ്ചിനീയറിംഗ് തന്നെ മെക്കാനിക്കൽ ഉണ്ട്, സിവിൽ, എയറോനോട്ടിക്കൽ ഉണ്ട് കോളേജിൽ. അതുപോലെ EC ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ട്രിപ്പിൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നെ ആരുള്ളത്? ആരെ വിട്ടോ? CS സിവിലും. യെസ്, ഇത്രയും കോളേജിന്റെ ബ്രോഷർ വായിക്കുന്ന പോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും പറഞ്ഞ് കൺവിൻസ് ഇതിന് പുറമെ നമ്മുടെ കോളേജില് കാട്ടിലെ വിളയാടി കിടന്ന മയിലെ വലയില്ലാമ അഡ്വാൻസ്ഡ് ആയിട്ട് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു എനിക്കിവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്നില്ല. പഠിക്കാൻ പോയിരുന്നു. സോറി ക്ലാസ് എടുക്കുന്നതിന്റെ ഒരു ശീലമാണ് അത് പറഞ്ഞ് മുഴുമിപ്പിക്കാൻ. അങ്ങനെ പറഞ്ഞു വന്നത്. അപ്പൊ ഈ ഇതിനെങ്ങനെ ഷെഡ്യൂൾ, അതായത് ചാർട്ട് ചെയ്തിട്ട് കോളേജിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന 1 മണിക്കൂർ നോക്കേണ്ടിയിരുന്നില്ലേനു. അങ്ങനെ വേറെ കുറെ ഉറിയടി, മറ്റേ സുന്ദരിക്ക് പൊട്ടുടൽ, ഇതെല്ലാം കൂടി നമ്മളെ ഗ്രൗണ്ടില്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മെക്കാനിക്കൽ ആയതുകൊണ്ടും നമ്മൾ ആൽഫാമെൻ ആയതുകൊണ്ടും നമ്മൾ വടംവലിയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്, അല്ലേടാ? എത്ര പ്രാവശ്യം ജയിച്ചു നിങ്ങള്? അതൊരു വലിയ കഥയാണ്. അത് ആരാ നെറേറ്റ് ചെയ്യാനുള്ള ആ ഭാഗ്യം ആർക്കാ ഉള്ളത്? ആർക്കാ ഇൻട്രസ്റ്റ് ഉള്ളത് ഇത് പറഞ്ഞു കൊടുക്കാൻ വിഘ്നേഷിന്? നീ തന്നെ ആവട്ടെ. ഞാൻ തന്നെ ആണോ? അയ്യോ, എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ മറന്നു. അങ്ങനെ വിഘ്നേഷ് കേട്ടോ, ഞാൻ പകുതി പറയാം, പകുതിനാൽ അങ്ങോട്ട് വേറെ ആൾ കൊണ്ടുപോകണം. ഞാൻ അതിന്റെ ഇമോഷണൽ ഫ്ലാഷ് ബാക്ക് പറയാം. അതായത് 4th ഇയർ സീനിയേഴ്സ് ആണ് ഭൂരിഭാഗം അടിക്കുക, കാരണം തണ്ടും തടിയിൽ ഒരാളെ കുറച്ചും കൂടി ബെറ്റർ ഉണ്ടാക്കുക. പക്ഷേ അങ്ങനെ ഒരു ഓണക്കാലം വന്നെത്തി, ഞങ്ങൾ 3rd ഇയറാണ്. അപ്പൊ ഞങ്ങളെ മെക്കാനിക്കലിൽ 2 ടീം ഉണ്ടാവും. അപ്പോൾ ഒരു ടീം ഏതോ ഒരു ലെവലിൽ പോയി, പിന്നെ ബാക്കിയുള്ളത് ഒരു ടീമാണ്. അപ്പോൾ അവര് നമ്മൾ ഇങ്ങനെ വലിച്ച് ലാസ്റ്റ് ഫൈനലിലെത്തി. അപ്പോൾ ഒരുവിധം എല്ലാവരും വിചാരിച്ച് ഫൈനലിൽ കിട്ടും ഇതാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം ലേശം ഗ്രിപ്പ് കുറവുള്ള ഗ്രൗണ്ടും ഒരു ഭാഗം നല്ല ഗ്രിപ്പുള്ള ഗ്രൗണ്ടുമാണ്. ആദ്യത്തെ വലിച്ച് ഗ്രിപ്പ് ഇല്ലാത്ത ഭാഗത്തായിരുന്നു നമ്മൾ പൊട്ടി. ഒരേ ഗ്രൗണ്ട് തന്നെയാണ് കേട്ടോ, ഗ്രൗണ്ടിൽ ഗ്രിപ്പ് കുറവുള്ള ഭാഗവും കൂടിയ ഭാഗം. മനസ്സിലായിടാ? ഇവൻ കുറച്ച് അത്ലറ്റിക് അതുകൊണ്ട് കാര്യം കിട്ടിക്കോളും പെട്ടെന്ന്. അങ്ങനെ തിരിച്ച് ഇപ്പുറത്ത് മാറി നിൽക്കണം, അതായത് പൊസിഷൻ മാറണം, ഇപ്പുറത്തേക്ക് മാറണം. അപ്പുറത്ത് മാറിയപ്പോൾ ഞങ്ങൾ ജയിച്ച് ഗ്രിപ്പുള്ള ഭാഗത്ത് നിന്നിട്ട്. ഇനി 3ാമത് ഞങ്ങൾ ഗ്രിപ്പ് ഇല്ലാത്ത ഭാഗത്തേക്ക് പോയി. അവിടെ വലിച്ച സമയത്ത് ഞങ്ങൾ അപ്പുറത്തുള്ള ടീമുമായിട്ട് പൊട്ടി. പിന്നെ അപ്പുറത്തുള്ള ടീമും നന്നായിട്ട് കളിച്ചിട്ടില്ല, ഓരോ ഗ്രിപ്പിൻ്റെ കാര്യം മാത്രമൊന്നല്ല പറയുന്നത്. അങ്ങനെ ഫൈനലിൽ 4th ഇയേഴ്സ് എത്തിയതുമില്ല, ഞങ്ങൾ ടീമിട്ട് പൊട്ടുകയും ചെയ്തു. വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംഭവത്തിലേക്ക് കപ്പ് പോയി. അന്ന് സംഭവിച്ചൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് ഗേൾസ് ജാസ്തിയുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഒരു ആൺകുട്ടികൾ പിന്നെയും മാന്യമായിട്ട് ഇങ്ങനെ അലമ്പുണ്ടാക്കില്ല. ഈ പെൺകുട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു, സിവിലെടോ. അല്ല, ഇത് മറ്റേ പടത്തിലെ ഡൗട്ട്. ഇപ്പൊ ഇത്രയും പ്രായത്തിരുന്ന സമയത്ത് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റും ഇതും ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനത്തെ ഒരു സ്ട്രെസ് ചെയ്യാത്തത്. എന്തോന്ന് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ പോയിന്റിലേക്ക് തിരിച്ചു വരാം. അപ്പോ അവിടുത്തെ പെൺകുട്ടികൾ ഞങ്ങളെ വല്ലാതെ അങ്ങോട്ട് ട്രോളി, അതായത് ഈ വലിച്ചു വരുന്നവരൊക്കെ ഇരുന്ന് കൂകലും പിടിക്കലൊക്കെ. അതിൽ ഞങ്ങളെല്ലാവരും ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോയി. ആ സമയത്ത് ഇതല്ലേ, അങ്ങനെ 1 കൊല്ലം വെയിറ്റ് ചെയ്ത് അടുത്ത വടംവലി ഓണം വരാൻ വേണ്ടിയിട്ട്. ആ 3 മാസം അല്ലേ മാമ, അന്ന് 3 മാസം 2.5 മാസം മുമ്പ് തുടങ്ങിയിരിക്കുന്നു. മാമനാണ് അപ്പുറത്തെ ടീമിന്റെ കോച്ച്. അങ്ങനെ അതും ഇവന്മാരെ പ്രാന്ത് കേൾക്കണം നിങ്ങൾക്ക്. മാമന്റെ ടീമിന്റെ വലിക്കാൻ പ്രാക്ടീസിന് ഒരു ടീമുണ്ട് എത്രയോ ദൂരത്ത്, അതായത് എത്ര 9 കിലോമീറ്ററോ 10 കിലോമീറ്റർ. ഹർത്താൽ എന്തോ അതിനു
ഇവന്മാര് നടന്നു പോയി അവിടെ ആ ടീമുമായിട്ട് വലിച്ച് തിരിച്ച് നടന്നു വന്ന് ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ മോനെ, മെന്റൽ ഭ്രാന്ത്, ജയിക്കണം എന്നുള്ള ലെവലില്. അങ്ങനെ അപ്പുറത്തെ എന്താ വെച്ചാൽ ഇപ്പൊ 4th ഇയർ ആണ്, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാ. കാരണം എപ്പോഴും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് ആ കപ്പ് ഉണ്ടാവുന്നത് എന്തോ ഒരു വലിയൊരു ആചാരം പോലെ കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന സംഭവം. അപ്പം ഞങ്ങളെ സീനിയേഴ്സും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഗിൽട്ട് തന്ന്, അതായത് അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് മോശമാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അടുത്ത ഓണം വന്നെത്തി. ആ ഓണത്തിന്റെ വടംവലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഈ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും പറയും സെക്കൻഡ് ഹാഫ്. ആരെങ്കിലും സംസാരിക്കണോ? അല്ല, ഞാൻ വേറൊരു പോയിന്റ് കൂടി ആഡ് ചെയ്യാം. അല്ല, കോച്ച് എന്നുള്ള നിലയ്ക്ക് മാമൻ പറയുന്നതാണ് നല്ലത്. ആ രണ്ടാമത്തെ കഥ ഞാൻ മുന്നോട്ട് പറയുന്നില്ല, ഞാൻ വേറെ പോയിന്റ് മാത്രം പറയാം. ആ. പ്രേക്ഷകരെ, ശ്രീമാൻ ആയത്തി ഇത് പറഞ്ഞത് 10 കൊല്ലം മുമ്പ് ഒരു കഥയാണ്. രണ്ടാം ഭാഗം ഞാൻ പറയാം. അങ്ങനെ രണ്ടാമത്തെ ഓണം വന്നെത്തി. അന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതുവരെ കോളേജില് ഒരു അഖിൽ കേവി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കുറിച്ച് ആർക്കും അറിയില്ല. അങ്ങനെ വളരെ അണ്ടർഡോഗ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടറാണ് അഖിൽ കേവി. അങ്ങനെ അന്ന് ഒരു മിനിറ്റ്, അതിന്റെ മുമ്പേ മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടുണ്ടോ വിഘ്നേഷ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവും. അങ്ങനെ രണ്ടാമത്തെ ഓണം വന്നെത്തി. അപ്പോൾ അപ്പുറത്തെ ബാച്ചുകാരും ഞങ്ങളെ ഭയങ്കര സുഹൃത്തുക്കളാണ്. അതായത് ഈ പറയുന്ന സിവിൽ ആ ടീമിലെ വലിച്ചവർ എന്ന് പറയുന്നില്ല, വടം വലിച്ചവർ എല്ലാം ഞങ്ങളെ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പം നമുക്കൊരിക്കലും അവരോട് വെഞ്ചൻസ് ഇല്ല. പക്ഷേ ഇതെങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള പ്രാന്താണ് ആ സമയത്ത്. അപ്പോൾ അവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ് നിലനിർത്തേണ്ട കടമ അവർക്കുണ്ട്. കാരണം ഒരു 3rd ഇയർ ആകുമ്പോൾ എടുത്തതാണത്. അതിന് മാറ്റി കൂടും. കാരണം 4th ഇയറും കൂടിയല്ല, അവർ 3rd ഇയർ ആകുമ്പം എടുത്ത കപ്പ് 4th ഇയറും കൂടി നിലനിർത്തി കഴിഞ്ഞാൽ ടോപ്പ് ആവും അവർ. അങ്ങനെ 4th ഇയർ എടാ അതെ ശശിയെ അവരാ കൊണ്ടുപോയി തന്നു കപ്പ്. പിന്നെ അതായത് നമ്മുടെ 4th ഇയർ സീനിയേഴ്സിനെ അവരാണ് വലിച്ചിട്ടത്. നല്ല കിടിലൻ ടീമൊക്കെ തന്നെ, അതൊന്നും മോശമൊന്നുമില്ല. അങ്ങനെ 4th ഇയർ അവന്മാരും അടിപൊളിയാ, ഒന്നും പറയാനില്ല. കാരണം എങ്ങനെ അവരെ കളി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ടും തടീനേക്കാൾ ഉപരി ടെക്നിക്കാണ് അവരെ പരിപാടി. അങ്ങനെ ഞങ്ങളും പ്രാക്ടീസ് തുടങ്ങി, അവരും പ്രാക്ടീസ് തുടങ്ങി. മാമന്റെ ടീം പ്രാന്തം പ്രാക്ടീസ്. നമ്മളെ ഐ മീൻ 2 ടീമുണ്ടല്ലോ, അതിൽ ഈ ടീം ഇടയ്ക്ക് വൈകുന്നേരം ഞങ്ങൾ പോകും, വലിക്കും, അതൊക്കെ തന്നെ. ഇവന്മാര് പ്രൊഫഷണൽ ട്രെയിനിങ് മാമന്റെ ടീം. മറ്റേ 2 ഡിവിഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ മാമന്റെ ടീം പോയ സ്ഥലത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വടത്തിന്റെ അപ്പുറത്ത് എത്രയോ വെയിറ്റ് ഒക്കെ കെട്ടി തൂക്കിയിട്ട് സ്പ്രിംഗ് ഇട്ട് വലിച്ചതാണ്. സ്പ്രിംഗ് ഇട്ട് വലിച്ച് അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് റിവേഴ്സ് അടിക്കല്ലോ, ഒരു ലെവൽ ഇങ്ങോട്ട് വടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഓപ്പോസിറ്റ് വലിക്കും. അപ്പോ അങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഭയങ്കര സെറ്റപ്പ് ആയിട്ട് പരിപാടി എത്തുമ്പോഴേക്കും എല്ലാരും കൈയിന്റെ ഇവിടുന്ന് ഇവിടൊക്കെ മുറിയിരിക്കുന്നുണ്ട്. വേറെ കാര്യം, കൈ മാത്രല്ല വടം വെക്കുന്ന ബാഗല്ലേ ഈ ബാഗ്, അത് പൊളിഞ്ഞു കിടക്കുക. അതായത് നമുക്ക് തൊടാൻ കൂടി പറ്റൂല, നീറും. എന്തിന് ഇവരെ മെയിൻ ടീമിന്റെ കാര്യം പറയണ്ട, ഞങ്ങൾ സപ്പോർട്ടിന് വലിക്കാൻ പോയാൽ ഞങ്ങളെ പുറം പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആലോചിച്ചൊക്കെ മെയിൻ ടീമിന്റെ അവസ്ഥ. എല്ലാവർക്കും ഇഞ്ചുറി ആയിരിക്കുന്നത്, എല്ലാവരുടെ കയ്യിലും മുറിയാ. അങ്ങനെ ആ ദിവസം വന്നെത്തി. അന്ന് ഒരു സാറ് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി അഖിൽ കേവിന്റെ കയ്യിൽ മൈക്ക് കൊടുക്കുന്നു. അവിടുത്തെ ഫുൾ സുന്ദരി തരുണിമണികളെല്ലാം അഖിൽ കേവി വെറും വാചാലനായി ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് വളച്ചെടുക്കുന്നു, ഫുള്ള് സംസാരിക്കുന്നു. ഈ മറ്റേ സുന്ദരിക്ക് പൊട്ടുതൊളല്, സ്പൂണ് വെച്ചുള്ള നടത്തം, തവളച്ചാട്ടം, മ്യൂസിക്കൽ ചെയർ, ഇതെല്ലാം കേവിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഫുൾ ഒറ്റ മൈക്കുകൊണ്ട് ജലപാനല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചക്ക ചപ്പ ചപ്പാന്ന് പറഞ്ഞിട്ട് ഫുള്ള് സംസാരം ഇതൊക്കെ. അതിന്റെ ഒരു ഇടയ്ക്ക് വെച്ചുള്ള ഒരു എനക്ഡോട്ട് എന്താണെന്ന് അറിയോ, കെ വി മാന്യമായിട്ട് അവതരിപ്പിക്കും. കെവിന് ഒരു പ്രശ്നമുണ്ട്, ഇവൻ ഹനുമാനാ. അതായത് ഇവന്റെ കഴിവറിയില്ല. ഇവർക്ക് ഇവനെ ആദ്യം അണ്ടർഡോഗ് എന്ന് പറഞ്ഞ് അതെ, ഇവരെ പറയാൻ വരുമ്പോ കെ വി ഇങ്ങനെ കേറി ഇങ്ങനെ ഇരിക്കും, എന്തെങ്കിലും ഒന്ന് വിളിച്ചറിയുമ്പോ. അപ്പോ ഇവന്റെ കഴിവ് അറിയണമെങ്കിൽ ഒന്ന് ചൂടാവണമേ, ഓന് ഒരു ടെമ്പർ കയറിയാൽ മാത്രമേ ഓനവന്റെ കഴിവ് പുറത്തിറക്കുള്ളൂ. അങ്ങനെ ആ സമയത്ത് എന്തോ ഒന്ന് പറഞ്ഞപ്പോ പെൺകുട്ടികൾ കൂവി തിരിച്ച്. പിന്നെ ടെമ്പർ തെറ്റിയില്ല മോനെ. പിന്നെ ഓരോ നിലന്തോടിച്ചിട്ടില്ല, ഓൻ വെച്ചടി കൗണ്ടറും എന്തൊക്കെയോ ചിലച്ചിക്കുന്നു, ഒരു ഐഡിയ ഇല്ല. അതായത് എന്തൊക്കെയോ ഒരു പറഞ്ഞ് ഫുള്ള് ഇത്. ആ സമയത്ത് ആ ചൂടില് വടംവലിയും തുടങ്ങി. അങ്ങനെ മെക്കു സിവിലായില്ലേ അന്ന്? കറക്റ്റ്. അതെ മെക്കു സിവിലായി. ഇനി അതെ ഇപ്പോഴും ഓർമ്മ വന്നത്. അതെങ്ങനെയാണ് സംഭവം, നീ കേട്ടോ? കറക്റ്റ്. അതായത് ഇതിലൊരു മാജിക് സംഭവിച്ചിട്ടുണ്ട്.
ഈ മഞ്ഞുമൽ ബോയ്സിൽ ഈ കേട്ടാൽ മനസ്സിലാവും ലൂസ് അടിക്കട എന്ന് പറഞ്ഞൊരു പദമുണ്ട്. അതായത് ടൈറ്റായി നിൽക്കുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ട് വിട്ടുകൊടുക്കും, അപ്പോൾ അവരെ കൺട്രോൾ പോവും, അപ്പോൾ വലിച്ചെടുക്കുന്നത്. ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല ആ സമയത്ത്, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളത്. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് 1-1 ആയി. മൂന്നാമത്തത് അതായത് ഒരു പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് അവിടെയും, പിന്നെ ഒരു കളിയും കൂടി കൊടുക്കും ടൈ ആയതുകൊണ്ട്. അപ്പൊ ലാസ്റ്റ് ഇത് ജയിക്കുന്ന ആർക്കാണോ അവർക്കാണ് കപ്പ്. അപ്പൊ ലാസ്റ്റ് ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് ഓർത്ത് വരുമ്പോ കിട്ടുന്ന. അപ്പൊ ലാസ്റ്റ് വലി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ടൈറ്റായി നിൽക്കുകയാണ്. അതായത് അപ്പുറത്തും ഒരു പോയിന്റ് ഇപ്പുറത്തും ഒരു പോയിന്റ്. ഈ കളി ആര് ജയിക്കുന്നു അവിടെ രണ്ടും ഒറ്റ നിപ്പ്, കിടന്ന് നിപ്പ് തന്നെ. അവസാനം എന്തോ സംഭവിച്ച് നമ്മളെ ടീമിന്റെ അടുത്ത് നിന്ന് വടം ലൂസായി പോയി. അതായത് മുമ്പിലുള്ളവനോ ബാക്കിൽ അഗിത്താണോ മുമ്പിലുള്ള എബിയാണോ ആരാന്നറിയില്ല, ആരോ ഒന്ന് വീണ സമയത്ത് ഇത് ലൂസായ സമയത്ത് ഇവന്മാരെ പിടുത്തം വിട്ട് ആ സമയത്ത് ഇവർ വലിച്ചെടുത്ത്. അപ്പോൾ അതിനുശേഷം ജൂനിയേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ആ ടെക്നിക്ക് പഠിച്ചത്? പഠിച്ചതല്ല, അത് വീണതാണത്. അങ്ങനെ പിന്നെ അന്ന് ഇത് കിട്ടി, ലാസ്റ്റ് ഫൈനൽ അത് കിട്ടി. പിന്നെ എല്ലാരും ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി ഓടി, ഭയങ്കര സന്തോഷവും സംഭവമൊക്കെ ആയിരുന്നു ആ സമയത്ത്, ആ ദിവസം. അപ്പൊ കമന്ററി ഒന്നുമില്ല, അപ്പൊ ഓട്ടായിരുന്നു. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ ഇത് ജയിച്ചു കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും ഗ്രൗണ്ടിലേക്ക് ഓടി. ഇതെനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്. ഗ്രൗണ്ടിലേക്ക് ഓടി, അപ്പോൾ ആൾക്കാർ മൊത്തം തിങ്ങി നിറയാണല്ലോ. അന്ന് എല്ലാരും മറ്റേ ജുബയും മുണ്ടൊക്കെ കൊടുത്തിട്ടാ പോകുന്നത്. ഞാൻ എന്റെ ഉള്ളിലേക്ക് പോയി തിരിച്ചു എന്റെ മുണ്ടില്ല. കോളേജിൽ ചുറ്റും ആളുകളാ. ഞാൻ എങ്ങനെയോ അതിന്റെ ഇടയിൽ മുണ്ട് വലിച്ചെടുത്ത് ഓടി. അതെനിക്ക് ഓർമ്മയുണ്ട്. ഇതെങ്ങനെയാലോ എന്താ പറയാ, വിഘ്നേഷ്, അതായത് അനുമോദ് സാറാണ് നമ്മളെന്താ പറയുക, ഓണം വരുമ്പോ നമ്മൾ ഫൈനൽ ഇയർ ആയല്ലോ, ഓരോ കസ്റ്റമാണല്ലോ. അതായത് നമുക്ക് ഓരോ കൊല്ലം കഴിയുമ്പോൾ കിട്ടുന്ന സീനിയോറിറ്റി നമ്മൾ അതനുസരിച്ച് ആ സമയത്ത് കോളേജിൽ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ ഓണാഘോഷം എന്ന് വെച്ചാൽ എല്ലാ ക്ലാസ്സുകളിലും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇയറിൽ ഇത്രയും ബ്രാഞ്ചുകളും ബാച്ചുകളുണ്ട്. അപ്പോൾ എല്ലായിടത്തും പൂക്കള മത്സരം ഉണ്ടാവും. അപ്പൊ ഈ പൂക്കളം വിസിറ്റ് ചെയ്യാൻ പോണ ഒരു പരിപാടി ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളെ ഷോ ഓഫ് ആണ് പരിപാടി. നമ്മളിങ്ങനെ ടീമായിട്ട് മറ്റേ ഈ കല്യാൺ ഫാമിലി ഇന്നസെന്റും ടീം ഇങ്ങനെ വരുന്നുണ്ട്. അതേപോലെ ഇങ്ങനെ ഓരോരോ ഗ്യാങ്ങുകളായിട്ടും ടീം ഓരോ ക്ലാസ്സിലേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് അപ്പൊ കുട്ടികളോട് അവരെ നിർത്തുന്നു, അവരോട് ചോദിക്കുന്നു, ഓരോ കുട്ടിയെ മുന്നിൽ നിർത്തി നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ക്രഷ് അടിക്കുന്ന ആളുണ്ടാവല്ലോ, ആ കുട്ടീനെ വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു എന്താ ഇതിന്റെ ടീം വെറുതെ ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊടുക്കുന്നതിന്റെ ഇടയിലാണ് ഫസ്റ്റ് ഇയർ ബ്ലോക്ക് നിന്ന് അനുമോദ് സാർ പിടിക്കുന്നത്. അപ്പൊ ഞാൻ നല്ല ഒരു സൂപ്പർ മനുഷ്യനാണ്. അപ്പോ ഒരു നിർത്തിയില്ല. അത് ഞാൻ പറഞ്ഞു സാർ എനിക്കത് പറ്റില്ല. അങ്ങനെയാണ് എന്താ വെച്ചാൽ നമുക്കിവിടെ ഡോം ഉണ്ട്. അതായത് ഒരു മിനിറ്റ് എന്റെ ഇടയിൽ പറയട്ടെ ഒരു കാര്യം. അനുമോദ് സാർ മീറ്റ് ചെയ്യുന്ന സീൻ ഞാൻ പറയണ്ട. സാറ് ഞങ്ങൾക്ക് ഭയങ്കര പ്രിയപ്പെട്ട സാർ. അപ്പൊ മൂപ്പര് എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യണം, അതിന്റെ അപ്പുറത്തേക്ക് ചോയ്സ് ഇല്ല, എക്സ്ക്യൂസ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മൂപ്പര് വന്ന് ഇവന് ഇതിന്റെ മുമ്പ് ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടെക് ഷോയില്. അപ്പൊ ഇവനോട് പറഞ്ഞു കെവി ഇതൊന്ന് ഇതാക്കണം എന്നാണ്. അപ്പൊ ഇവൻ അഭിനയിച്ച് എനിക്ക് ഓർമ്മ ഉണ്ടോ എനിക്കറിയില്ല കെവി, ഇവൻ ഇങ്ങനെ സംസാരിക്കുന്ന കെവി ഉണ്ടല്ലോ, അത്രയും നേരം എൻ്റെ ഒപ്പം ആയിത്തി അത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം അത് എന്നൊക്കെ പറഞ്ഞ അനുമോദ് സാർ ചോദിച്ചപ്പോ സാർ എനിക്ക് സൗണ്ട് പോയിരിക്കാൻ സൗണ്ട് പോയി അടഞ്ഞ പോലെ. ഞാൻ അപ്പൊ ഇവന് കഴിവുണ്ടപ്പോ പെട്ടെന്ന് അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ മൂപ്പര് കണ്ടുപിടിച്ചു. തലേ ദിവസം വൈകുന്നേരം ഈ ഫൈനൽ മത്സരങ്ങളോ ക്വാർട്ടർ കണ്ടുവിട്ടിട്ടേ അന്ന് നടത്തുള്ളൂ. തലേ ദിവസത്തിന്റെ ഫസ്റ്റ് കുറച്ച് ക്വാളിഫയർ റൗണ്ടുകൾ കഴിയും. കറക്റ്റ്, അതെ. അപ്പൊ അതിന് ഞാൻ അനൗൺസ് ചെയ്തിരുന്നു ചെറുതായിട്ട്. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി, പക്ഷെ സാർ വിട്ടില്ല. അങ്ങനെ അത് കയറി ഏറ്റെടുത്ത്. അപ്പൊ ഈ ഡോം ഉണ്ട്, അതായത് നമുക്ക് ഇങ്ങനെ ഒന്നായിട്ട് താഴെ ഗ്രൗണ്ടും മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പും മുകളിൽ ഷീറ്റ് ഇട്ട് കവർ ചെയ്തൊരു ഏരിയ ഉണ്ട്. അവിടെയാണ് മൊത്തം ഈവന്റ്സ് നടക്കുന്നത്. അപ്പൊ അവിടെ താഴെ ഗ്രൗണ്ടിൽ വെച്ച് പരിപാടി നമുക്ക് കിട്ടിയ ചാൻസ് അല്ലേ. അങ്ങനെ എന്ത് ചെയ്യുന്നു, കുറെ മത്സരങ്ങളുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ കമന്ററി അതിന്റെ പ്രധാനമായിട്ടും. ഇതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഭാഗം എന്താ വെച്ചാൽ ഈ ബ്രാഞ്ചുകൾ തമ്മിലുള്ള ഒരു മത്സര ബുദ്ധി ഉണ്ടാവുമല്ലോ, അതാണ് ശരിക്കും അവിടെ. അപ്പൊ അവർക്ക് ഇപ്പൊ CS എന്ന് ഒരാൾ അവിടെ മത്സരിക്കാൻ ഒരു ഐറ്റത്തിന് വന്നാല് രണ്ടുപേര് പങ്കെടുക്കും. പഞ്ചഗുസ്തി ഒരു മെയിൻ ആയിട്ടാണ്. ഈ പഞ്ചഗുസ്തി വരികയാണെങ്കിൽ ഇപ്പുറത്തെ ഒരാള് അപ്പുറത്തുള്ള എന്താവും രണ്ട് ബ്രാഞ്ചിനുള്ളവരായിരിക്കും. അപ്പൊ ഇയാൾക്ക് അവരുടെ സപ്പോർട്ട് ഭയങ്കര, അത്രയും പിള്ളേരല്ലേ അപ്പുറത്ത് അവരും. അപ്പൊ ആ കിട്ടുന്ന ഒരു ഓളം ആരവും ഭയങ്കര. അപ്പൊ അതിന് നമ്മളൊരു കമന്ററി കൊടുക്കുമ്പോൾ ഭയങ്കര രസമായി. അങ്ങനെ എന്താ പറയാ, ലാസ്റ്റ് ടു എൻഡ് വരെ, ഫസ്റ്റ് ടു എൻഡ് വരെ ഓരോ മത്സരങ്ങൾ. ഇപ്പോ എല്ലാം ഞാൻ ഓർക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ സുന്ദരിക്ക് പൊട്ടൂറില് പിന്നെ എന്തൊക്കെയോ വെള്ളം അത് കണ്ണ് കെട്ടിയിട്ട് ഫോട്ടോ ഉണ്ടോ അവിടെ കൊണ്ടിട്ട് കറുത്ത് നെറ്റീവില് പൊട്ടു ഒരു ബോർഡില്
പിന്നെ ഈ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നതിന്റെ പരിപാടി ഉണ്ട്. പിന്നെ തവളച്ചാട്ടോ അല്ല ചാക്കിൽ ചാടുന്നതോ എന്തോ ഇതൊക്കെ ചാട്ടം കുറെ എന്തൊക്കെയോ സാധനം ഇപ്പൊ പരിപാടി. വിട്ടുപോയി. ഞങ്ങളാന്ന് ഞാൻ അവിടെ വിട്ട ശേഷം ഞങ്ങള് വേറെ വൈക്ക് പോയിണ്ടേനു. ഇവന്മാരൊക്കെ പോയി, ഞാനവിടെ പെട്ടില്ലേ. അങ്ങനെ ഓരോ കുറെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു, അതിന് കമന്ററി പറയുന്നു, മൈക്കും സെറ്റപ്പും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് വടംവലി ഉണ്ടാവുക, എല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ. അതിന് വേണ്ടി എല്ലാവരും കാത്തു. അങ്ങനെ ആ ഫുൾ ഈവന്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റി. അത് എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഇന്നും മറക്കാനാവാത്തൊരു അനുഭവമാണ്. അത് പറഞ്ഞപ്പോ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയും. ഈ ബാച്ച് ഇങ്ങനത്തെ മത്സരം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്ന് അറിയാം. നമ്മൾ ഹോസ്റ്റലേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ബാച്ച് ഇല്ല. അതായത് ഈ പറയുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഞങ്ങൾ കോഴിക്കോട് നിന്ന് ട്രെയിനിലൊക്കെ വരുമ്പോൾ ഒരുമിച്ച് ഒറ്റ ബോഗിയിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിട്ടൊക്കെയാണ് വരിക. ഒരു ആയിട്ടാണ് ഈ കെട്ടിപ്പിടിച്ചു കോഴിക്കോട് നിന്നൊന്നും പറയല്. ഓ ഇനിയിപ്പോ അങ്ങനത്തെ ഒരു എന്റെ മോനെ അത് ഇടങ്ങേറാണ്. ഈ കോഴിക്കോട് നിന്ന് കേട്ടാ തുടങ്ങും. അതായത് നമ്മള് ഹോസ്റ്റലിൽ നിൽക്കുന്നോണ്ടേ നമുക്കിപ്പോ ഹോസ്റ്റലിൽ എല്ലാ ബ്രാഞ്ചിലുള്ള കുട്ടികളും ഉണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാവരും നല്ല കമ്പനി. നമുക്ക് അവിടെ ബാച്ച് ഇല്ലല്ലോ അവിടെ. ഇതിപ്പോ അതിൽ ഇപ്പൊ ഈ പറഞ്ഞ ലാസ്റ്റ് വടം വലിച്ചതില് ഭൂരിഭാഗം ആൾക്കാർ ഒരാളിപ്പോ ഇവിടെ മലയാളത്തിലെ ഫേമസ് സിനിമാറ്റോഗ്രാഫറാണ് അജയ് ഇട്ട എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ മൈനയും ഞാനും ഇവരൊക്കെ ഒരുമിച്ച് മറ്റേ ട്രെയിനിൽ വരുന്ന അങ്ങനത്തെ ഭയങ്കര ബന്ധമുള്ള ആൾക്കാരാണ് നമ്മൾ ഒരേ ഇതായിട്ട്. അപ്പൊ ഈ ബാച്ച് ഇത് വരുമ്പോ ഇതാണ് ഏറ്റവും വലിയ ഇടങ്ങേറ്. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ അന്നത്തത് ഫൈനലി നമ്മളത് കപ്പെടുത്ത ഒരു നിമിഷം. ഈ അജയനല്ലോ ഓരോ കോച്ച്, സിവിലിന്റെ കോച്ച്, ഓനേനു കോച്ച്. അതെ, ഓനേനു ഈ പരിപാടി ചെയ്തുകൊണ്ടിരുന്നത് മാമന്റെ കോണ്ടംപററി അപ്പുറത്തെ. ഈ മാമൻ എന്താ പറയാ ഇങ്ങനെ കാണുന്ന പോലെയല്ല. ഇത് തുടങ്ങി കഴിഞ്ഞാൽ ഓന്റെ അടുത്ത് പോകാൻ പറ്റില്ല. ഓൻ ഭയങ്കര ദേഷ്യത്തിലും ഇതിലും അയ്യോ ആ സമയത്ത് ഓൻ തോർത്തെടുത്ത് ഇങ്ങനെ കയ്യിലെടുത്തേക്കും. ഇത് വെച്ച് നിലത്ത് അടിയാ ചെയ്യാ. എന്നാലും ഓ പോരാത്. മാമൻ അതേപോലെ നമ്മളെ കോച്ച്, ഈ ടീമിന്റെ കോച്ച് ഉണ്ടായിരുന്നത് ഇവന്മാര് രണ്ടും കാണാൻ ഭയങ്കര സൗമ്യന്മാരും സാധുക്കളുമാണ്. പക്ഷെ ഈ പരിപാടി തുടങ്ങി കഴിഞ്ഞാല് ഭീകരന്മാരാവും. ഈ പാനലിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കാൻ പോയതാ വരും. ഓ വടംവലിയിലുണ്ടായിരുന്നു. ഭയങ്കര വലിയനു അത്. വടംവലി പ്രാക്ടീസ് എന്ന് പറയുമ്പോ എന്താ പറയാ, നമുക്ക് വലിക്കാൻ വേണ്ടിട്ട് ഒരു എ ടീമും ബി ടീമും. എ ടീമാണ് മെയിൻ ടീം വലിക്കാൻ പോകുന്നവര്. പക്ഷെ അവർക്ക് ഓപ്പോസിറ്റ് നിന്ന് വലിച്ചു കൊടുക്കാൻ ഒരു റിയൽ എക്സ്പീരിയൻസ് വേണല്ലോ. അതിന് നമ്മൾ പോകും. എന്നിട്ട് നമ്മളവിടെ ഒഴിഞ്ഞ പാടവും ഗ്രൗണ്ട് അങ്ങനത്തെ സ്ഥലങ്ങൾ അവിടെ പോയിട്ട് വടംവലി കഴിഞ്ഞ് പിന്നെ നേരെ അവിടെയുള്ള ചില അമ്പലക്കുളങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് ചാടി കുളിച്ചിട്ടൊക്കെ തിരിച്ചു വരിക ചെയ്യാ. കാരണം അന്നത്തെ ബ്രെയിൻ എന്താ ഇത്ര. കാരണം ഇനി അന്ന് വടം വലിച്ചിട്ട് നമ്മൾ ചെരുപ്പ് ഷൂസ് ഇല്ലല്ലോ അന്ന്. ഈ ചെരുപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ ചോദിക്കാൻ പറ്റുമോ ചെരുപ്പ് പൊട്ടി അടുത്ത ചെരുപ്പ് വേണമെന്ന്. അപ്പൊ നമ്മള് വെറും കാലിൽ വലിക്കുന്നോണ്ട് എന്റെ നഖ അടർന്നു പോയിണ്ടേനു. ആ നഖ ഇന്നും പ്രോപ്പർ ആയിട്ടല്ല വരുന്നത്. പിന്നെ ഇവർക്ക് എല്ലാവർക്കും നീന്തൽ അറിയാം, അതുകൊണ്ട് ഇവര് വെള്ളത്തിൽ ചാടും. ഞാൻ ഒരു കുപ്പി പിടിച്ചിട്ട് വെള്ളത്തിലെ പൊക്കി കിടക്കും ഇങ്ങനെ സ്റ്റെപ്പ് നീങ്ങ. പക്ഷെ ഈ പഠിച്ചല്ലോ ലാസ്റ്റിക്ക് ചെറുതായിട്ട് പഠിച്ചു. പക്ഷെ എനിക്ക് ഇറങ്ങാൻ പ്രശ്നമില്ല, കാരണം എല്ലാവർക്കും നീന്തൽ അറിയുന്നോണ്ടേ. ഞാൻ ഇറങ്ങുകയാണെങ്കിൽ വലിയൊരു വട്ടത്തിന്റെ നടുവേക്ക് ഇറങ്ങുന്നത് പൊങ്ങിച്ചവരാന്ന് ഉറപ്പായിരുന്നു. അവിടെ ഒരു കുളത്തില് കുറച്ച് സെന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പാറ അവിടെ മോട്ടിവേഷൻ തന്നെ കാരണം എനിക്ക് ഇത് ശീലമില്ല അത്രയും ദൂരം നീന്തില്ല. അപ്പൊ ഇവ അവിടെ പോയി നിന്ന് ശശിയും ദിനൂപ് നിങ്ങൾ രണ്ടുപേരും നിന്ന് എന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് നീന്തിയത്. പക്ഷെ അവിടെ പോകാൻ എളുപ്പാ. അവിടുന്ന് തിരിച്ചു വരണമെങ്കിൽ കുറച്ച് നമ്മള് ക്ഷീണിക്കും. പിന്നെ തിരിച്ചു വരണേ പണി. ഞാൻ മലന്ന് പതുക്കെ വന്ന്, അല്ലെങ്കിൽ കുടുങ്ങിപ്പോയനെ. അത് ഞാൻ സ്വിമ്മിങ്ങിന്റെ ഗുണം പറയാം. എന്റെ ഇവിടെ ടയർ ഭാഗം പോലെ അല്ലേനോ എനിക്ക് മറ്റേ അരഭാഗം കുറച്ച് വണ്ണം അധികം അല്ലേനോ. നമ്മള് സ്ഥിരമായിട്ട് പോകുന്ന സമയത്ത് അത് കറക്റ്റ് കുറഞ്ഞ് പാന്റിന്റെ സൈസ് കുറഞ്ഞ് നല്ല ഷേപ്പ് ആയിട്ടുണ്ട്. നമ്മള് സ്ഥിരമായിട്ട് സ്വിമ്മിങ്ങിന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തില് ശശി നല്ല നീന്തലാരുടെ സത്യം ബട്ടർഫ്ലൈ പോകുന്നവരോ പോലെ അതൊക്കെ ഒരു കാലം. അല്ല ശശി ഭയങ്കര നീന്തലായിരുന്നു. അതേപോലെ അഖിലല്ല നീന്തായിരുന്നു. ശശിയെ ഫസ്റ്റ് പാറ കണ്ടുപിടിച്ചത് അനക്ക് വേറെ ആരോ ചെയ്ത് കണ്ടതെന്തോ അല്ലേ ഈ അത് ആടെ ലോക്കൽ ആരോ ആൾക്കാർ അവിടെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. ലോക്കൽസ് ആയിട്ടുള്ള പാലക്കാട് ലെവലിൽ ഇങ്ങനെ അവിടെ നിന്ന് പോയി ഇങ്ങനെ നിൽക്കുന്ന കാണായിരുന്നു രണ്ട് ഏട്ടന്മാര്. പിന്നെ വേറൊരു അമ്പലക്കുളം ഉണ്ടായിരുന്നു കുറച്ച് ദൂരത്ത്. അയ്യോ അവിടെ മറ്റേ ശാപ അവിടെ കണ്ണ് നീറും തിരുമ്പി അത് നിങ്ങൾക്ക് ആർക്കും അനുഭവിച്ചില്ല. അവിടെ കണ്ണ് ചോന്ന് ഒരുമാതിരി മറ്റേ ലെവലായി പോവും. കഞ്ചാവ് അടിച്ച പോലെയാണ്. ചാവാഞ്ഞത് എന്ത് ഭാഗ്യല്ലേ. അന്നൊക്കെ ജീവനോടെ തിരിച്ചെത്തിയത് എന്തൊക്കെ തോന്നിയാസാ കാണിച്ച്.
അന്നതിന് വേണ്ടി പിന്നെ വിചാരില്ല. ഓപ്പോസിറ്റ് മറ്റേ ഇതായിരുന്നു, മറ്റേ കെട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ചെളി പോലെ തന്നെയായിരുന്നു. അതായത് ഓപ്പോസിറ്റ് അറ്റല്ലേ, അവിടെ നമ്മള് കടവില് ഇറങ്ങുന്ന സ്ഥലത്ത് പ്രോപ്പർ ആയിട്ട് കെട്ടിണ്ടാവും, പക്ഷെ ഓപ്പോസിറ്റ് സ്ഥലത്ത് കെട്ടൂല. ഫുള്ള് അങ്ങനെ ഇട്ടത്. അതായത് നമുക്ക് അപ്പുറത്ത് പോയിട്ട് നിൽക്കാനൊന്നും പറ്റൂല, മനസ്സിലായില്ലേ? ജസ്റ്റ് അങ്ങനെ പോയി കറങ്ങി വരാനേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുളമായിരുന്നു, പക്ഷെ അല്ല വലിയ കുളമായിരുന്നു. അവിടെയായിരുന്നു ഞാൻ നീർക്കോലിനെ കണ്ട് പേടിച്ചത്. എനിക്കിത് മനസ്സിലായില്ല നീർക്കോലിയാണ്. നീന്തി കുറച്ച് കഴിഞ്ഞപ്പോ ഒരു സാധനം അടുത്ത് കൂടെ പോകുന്നുണ്ട്, പിന്നെ പോക്കതിന് മുമ്പോട്ടേക്ക്. രസമല്ല നീർക്കൊലിയല്ല, അവിടെ ഉള്ളവർ പറയാം അതിനകത്ത് നല്ല പാമ്പ് ക്ലോസ് 6 മണിക്ക് ശേഷം ഇറങ്ങരുതെന്ന് പറഞ്ഞില്ലേ ഒരു ചേട്ടൻ വന്നിട്ട്. ഇത് ഇങ്ങനെ വിസിലടിക്കാന്ന് പറയും, ഇങ്ങനെ കാറ്റ് അടിച്ചിങ്ങനെ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയിട്ട് അത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചമ്മിയുണ്ട് നല്ലോണം. ഒരു സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ചമ്മിയുണ്ട്. ചമ്മിയില് നീന്തുന്ന ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ എത്ര നീന്തറിയുന്ന ആളായാലും അതില് കഴിഞ്ഞാല്. പിന്നെ ഈ ചമ്മീന്റെ ഇടയിലാണ് ഈ പറഞ്ഞ പോലെ പല ഈ ഇപ്പം വിഷം കൂടിയ മീനുകൾ തന്നെ ഉണ്ടാവും. ഇപ്പം മുഷി എന്നൊക്കെ പറയുന്ന സാധനല്ലേ, അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറെ നീറി കിടക്കും കുറച്ച് ദിവസമൊക്കെ. അപ്പൊ ആ സാധനമൊക്കെ ഈ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഇടയിൽ പോയിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഫുള്ള് സീനാക്കിയിട്ട് ഇതാക്കി വിട്ട് കളി മീനും ഇതൊക്കെ. ഇത് ഏറ്റവും നമ്മള് ഈ കുളി കഴിയുമ്പോഴത്തേക്ക് ആകെ വിശന്നൊരു അത്രയും നീന്തല്ലേ മണിക്കൂറുകളോളം നമ്മൾ വെള്ളത്തിലായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ കുഞ്ചുവന്റെ കടയിലേക്ക് വരും. കുഞ്ചുവന്റെ കടയിൽ മറ്റേ ഒരു സ്പെഷ്യൽ ചായ കിട്ടുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ചായ ഉണ്ട്, മറ്റേത് പാല് വെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ കണ്ട് കറക്കിയിട്ട് തരുന്നത്. എന്റെ മോനെ അവിടുത്തെ പൊറോട്ടേന്റെ ഒരു ടേസ്റ്റ്. ഈ വർക്കൗട്ട് എന്ന് പറയാലോ, ഇതിനെ കാർഡിയോ കഴിഞ്ഞിട്ട് പോയിട്ട് പേടിക്കുന്ന നീന്തുമ്പോ കിട്ടുന്ന ഇതുണ്ടല്ലോ, ആ ഫ്ലെക്സിബിലിറ്റി, ആ ഒരു സുഖം ഇപ്പൊ ചെയ്യണ്ട. അല്ല, ഇവന്റെ ഷോൾഡർ അന്ന് ഓക്കെ ആയിരുന്നു. ഇപ്പൊ ചെലപ്പോ കൈയൊരു ഭാഗത്തും ഉടലൊരു ഭാഗത്തും. അതെ, അത് പക്ഷെ നല്ലതാണ്, ഷോൾഡർ സ്ട്രെങ്ത് കിട്ടാൻ നല്ലതാ നീന്തുന്നത്. ഇപ്പൊ പോയി മാമ, ഇപ്പൊ ഞാനും ഈ പ്രായത്തിൽ പോയിട്ട് ഒറ്റയ്ക്ക് ചാടി കളിച്ചു. അല്ല, അനക്കറിയില്ല വിഘ്നേശൻ നീന്തോ? എനിക്കറിയാം, ബട്ട് അങ്ങനെ കുളത്തിലൊന്നും ഞാൻ അധികം കേറിയിട്ടില്ല. പിന്നെ ഈ ടാങ്കിലാ പഠിച്ചേ? അല്ല, ഞാൻ മറ്റേ സ്വിമ്മിങ് ഇത് ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കി പഠിച്ചാണോ? കുളം തന്നെ, ബട്ട് ഇങ്ങനെ അത്ര വലിയ കുളത്തിലൊന്നും ഞാൻ കേറിയിട്ടില്ല. വീടിന്റെ അടുത്തൊരു ചെറിയ കുളമുണ്ട്. അതിൽ നിന്നാണോ വീട്ടിലേക്ക് വെള്ളം എടുക്കല്? മറ്റേ കിണറാണോന്ന് ചോദിക്കാം. അത് കിണർ. അപ്പൊ കുഴപ്പമില്ല, അല്ലെ നീന്തം പഠിച്ചിരിക്കണം മോനെ. ബാക്ക് ടു ഓണം. അങ്ങനെ ഓണത്തിന് പോയി കുളത്തിലെത്തി. അപ്പൊ അതാണ് ഓണം. കോളേജ് ഓണം എന്ന് പറയുമ്പോ കോളേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത്ര വലിയ ഫെസ്റ്റിവൽസ് ഒന്നും ആയിട്ട് ആഘോഷിച്ചിട്ടൊന്നുമില്ല ഓണം. പിന്നെയൊക്കെ ഒരു നോർമൽ ഓണേനും. പിന്നെ നോർമൽ ഡേ ആയിരുന്നു ഓണം തന്നെ. നോർമൽ ഡേ, അതെ നോർമൽ ഡേ. അല്ല, ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതിനുശേഷം നമ്മൾ ഈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന കാര്യങ്ങൾ ഓരോ കാരണങ്ങൾ നടക്കാതെ പോയിട്ട് അറ്റ്ലീസ്റ്റ് ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പല സ്ഥലത്തു നിന്നാണെങ്കിൽ പോലും മീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കാൻ പോകണം. അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കി കുറെയൊക്കെ നമ്മൾ ആഘോഷങ്ങൾ എപ്പോഴും ഭംഗി കൂടുന്നത് ആൾക്കാർ ഒത്തുചേരുമ്പോഴാണ്. അപ്പൊ നമ്മള് അധികമായിട്ട് നമ്മളിപ്പോ കോളേജിലായാലും സ്കൂളിലായാലും ഒക്കെ നമ്മൾ നല്ലോണം ആഘോഷിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചുറ്റും അത്ര ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഒരുമിച്ച് കൂടാനൊക്കെ. ഇപ്പോൾ നമ്മൾ കോളേജ് കഴിഞ്ഞ് നമ്മളെ ജോലിയിലേക്ക് മാറി, അല്ലെങ്കിൽ വേറെ കുടുംബജീവിതത്തിലേക്ക് മാറി, അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മൾ ചുറ്റുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞ് വന്ന് നമ്മളിങ്ങനെ അവിടെ പോകുമ്പോ ഒക്കെ നമ്മളിപ്പോ നാട്ടിലില്ലാതെ വേറെ പുറത്തൊക്കെ ആയിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചുറ്റുള്ള ആൾക്കാരുകൾ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു വലിയ രീതിയിൽ ആഘോഷിക്കാനുള്ള ഒരു അവസരം ഇല്ല ഇപ്പൊ ഈ സമയത്തൊന്നും. മാമ പറഞ്ഞാല് പൈതൃക ശോഷണം വന്നിരിക്കുന്നു. മാമ ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ കറക്റ്റ് ബാക്ക് ടു ദ സ്റ്റാർട്ടിംഗ് ഡയലോഗ്. പണ്ട് ഈ ഓണ ദിവസങ്ങളിലൊക്കെ വരുന്ന പ്രത്യേക സിനിമകളൊക്കെ ഉണ്ട്. പണ്ടത്തെ ഓണം ബിരിയാണി പാകം പൊട്ടിക്കുന്നു. മാമുക്ക് ഒരു പടത്തിൽ പറയല്ലോ. ഒരു കാര്യം പറയാനുണ്ട്, നമ്മള് പിന്നെ ഓണത്തിന് സദ്യക്ക് അതെ നോണ് വിളമ്പുന്ന സംഭവം ഇവിടൊക്കെ ഞാൻ അതിനെ പറ്റി പറഞ്ഞപ്പോ അതായത് നമ്മൾ വെച്ചിരുന്ന മലബാർ ഏരിയയിലാണ് ഇത്ര ഇത് കൂടുതൽ. ഈ തെക്ക് ഭാഗത്തേക്കല്ലേ വിഘ്നേഷ് അവിടെ ചിക്കൻ. അയ്യോ സോറി, വിഘ്നേഷ് നമ്പൂതിരിയാന്നുള്ള കാര്യം ഞാനങ്ങോട്ട് മറന്നു. ഇല്ലത്തെങ്ങനെയാ ചിക്കൻ കറിയുടെ കൂടെയാണോ? ക്ഷമിക്കുക. നിങ്ങൾ ശരിക്കും അവിടെ ചിക്കനൊക്കെ
ചിക്കൻ കറി ഉണ്ടാവും. ആടാ, ഓണത്തിന് വിഷുവിനാണ് ഉണ്ടാവും, മെയിൻ ആയിട്ട് മട്ടനൊക്കെ ഉണ്ടാവുക, ഓണത്തിനും ഉണ്ടാവും. മട്ടനൊക്കെ ഉണ്ടാവും. വീട്ടിൽ ആളുകൾ പക്ഷെ മാമ, കുക്കിംഗ് നമ്മളിവിടേക്ക് കുറവല്ലേ, നമ്മളങ്ങനെ നമ്മുടെ ചിക്കൻ ഉണ്ടാവില്ല. ഞങ്ങളങ്ങനെ തിരുവോണത്തിനൊന്നും വെക്കാറില്ല. വിഷുവിനുണ്ടാവും. വിഷുവിനുണ്ടാവും. വിഷുവിനുണ്ടാവും, അതെ. ബീഫും മീനും മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചിക്കൻ ഉണ്ടാവാറില്ല. ഞങ്ങള് ചോറൊന്നും വെക്കാറില്ല, വെറും ബീഫും പിന്നെ നെയ്ച്ചോറും. ശരിയല്ലേ? ചോറും കോയും. ഇപ്പൊ ആരെയും കുക്ക് ചെയ്യുന്നത് കുറവാണ്. ഇപ്പൊ ഒരു Catering അല്ലേ? ഇപ്പൊ എല്ലാം order ചെയ്യല്ലേ? കാറ്ററിംഗ് ചെയ്യല്ല പരിപാടി. അതെ, ഇപ്പൊ അത് വയ്യ. ഞാൻ ഒരു പ്രാവശ്യം ബാംഗ്ലൂരിന്ന് ഇതുപോലെ നാട്ടിൽ പോവാ, എന്തോ ഒരു ലീവിന്റെ പ്രശ്നം എന്തായാലും നാട്ടിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് എന്നിട്ട് ഇതുവരെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് അന്ന് 200 250 അങ്ങനെ ആയിരുന്നു ഒരു പ്ലേറ്റ് ഫുള്ള്. നമ്മുടെ ഇലയില് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. എനിക്കൊന്ന് വൈറ്റ് ഫീൽഡിൽ ഏതൊരു ഹോട്ടൽ അതുപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവര് ഫുള്ള് സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സദ്യയൊക്കെ. ഒരു നാട്ടിൽ പോകാൻ പറ്റാതെ അവിടെ ഉള്ള ആൾക്കാർ 420 അങ്ങനെ എന്തോ ആണ് ഇപ്പൊ. അത് നമ്മൾ ഒരാഴ്ച മുമ്പ് ബുക്ക് ചെയ്യണം. ഓ നമ്പർ എടുത്തിട്ടൊക്കെയാ ചെയ്യുന്നത്. അല്ല, എനിക്ക് ഞാൻ ഇവിടുത്തെ കമ്പനിയിലൊക്കെ സെലിബ്രേഷൻ ഉണ്ട് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ. കാരണം ഒരു സ്പേസ് ആയതുകൊണ്ട് മൾട്ടിപ്പിൾ കമ്പനീസ് ഉള്ളതുകൊണ്ട് ഇവിടെ കഴിഞ്ഞ കൊല്ലം ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, വടംവലിയൊക്കെ ഉണ്ടായിരുന്നു. കൊല്ലം വിചാരിക്കുന്നു അറിയില്ല. എല്ലാ കമ്പനിയിലും ഞാൻ മനസ്സിലാക്കിയത് ഈ ദിവാലി ഭയങ്കര സെലിബ്രേഷൻ, പക്ഷെ ഓണം അത്ര കുറച്ചൊരു റീജിയണൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതായിട്ടാ എല്ലാരും കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അല്ല, ദിവാലി ഇതിനകത്തുള്ള ഭയങ്കര ദിവാലി ആഘോഷിക്കും. നോർത്തിലേക്കും അതേപോലെ ഇപ്പൊ even ദീപാവലി തമിഴ്നാട്ടിൽ നമ്മള് അത്ര സെലിബ്രേറ്റ് ചെയ്ത് ഞാൻ കണ്ടില്ല. സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. കൂടുതൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ദീപാവലി അതുകൊണ്ടായിരിക്കാം. ഇപ്പൊ തമിഴ്നാട് നോർത്ത് വരെ പോകൂലേ, നമ്മള് അതിൽ കുറവല്ലേ. നമ്മുടെ ക്ലൈന്റ് ഓഫീസിൽ വരെ ഇത് സെലിബ്രേറ്റ് ചെയ്യും ഈ ഇതൊക്കെ ദിവാലി. അല്ല KVA എന്തായാലും ഇത്രയ്ക്കായി. നമ്മൾ ഓണത്തിന് എൻ്റെ ഒരു കവിത ആയിക്കോട്ടെ. എന്തെന്നാടാ മറ്റേ പാട്ട്, മറ്റേ പാട്ടാ ഓണത്തപ്പാ കൊട വേറെ നാളെ പിറ്റേ അല്ല മാമൻ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ പണ്ട്. മാമൻ പണ്ട് എഴുതിയായിരുന്നു വിഘ്നേഷ്. ഞാൻ എഴുതിയത് ഓണത്തിന് വായിക്കാൻ പറ്റില്ല. അങ്ങനെ പാടിക്കോ ആറ്റിറ്റ്യൂഡ്. പിന്നെ എടാ എന്താ എടാ 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 വേണ്ട വേണ്ട ഓനെ ഇളകി തോന്നുന്നു. എടാ എല്ലാരും ഓരോ ഓണം പഴഞ്ചൊല്ലു പറയും കേക്കട്ടെ. ഞാൻ ആദ്യത്തെ വീക്കാണ് മാമൻ. കാണാൻ വിറ്റ് ഓണത്തിനിടക്ക് പൊട്ടി കച്ചവടം. ശശി അന്നി ഈ പറ. വിഘ്നേഷ് എനിക്കറിയില്ലടാ. നീയല്ലേ ഈ ഐഡിയ പറഞ്ഞേ? ഞാൻ പറയാം, ഓണം 10-ന് തിരുവോണം. എടാ അങ്ങനെയല്ല, അത്തം 10-ന് തിരുവോണം. ഓണം 10-ന് തിരുവോണം. അതെങ്ങനെയാ മാമ റെഡി ആവുക? ശശിയെ ഒന്ന് എക്സ്ട്രാ ഉണ്ട്. അത്തം വെളുത്താൽ ഓണം കറക്കും. വേറെ ഒന്നുമുണ്ട്, ചിങ്ങത്തിലെ മഴ ചിടുങ്ങി ചിടുങ്ങി. ഒരു മിനിറ്റ് രാത്രി കടം പറഞ്ഞാൽ കടം കേറും, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലാ. ഞാനൊന്ന് പറയട്ടെ, ഓണം വന്നാലും ഉണ്ണി പറഞ്ഞാലും കോരഞ്ഞ് കഞ്ഞി കുമ്പിൾ തന്നെ. ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഒരു 30 സെക്കൻഡ് തരുമോ? മമ്മൂട്ടി പറയുന്നത് അപ്പൊ കടത്തിന്റെ കാര്യം പറയും. പറയല്ലേ ദാരിദ്ര്യത്തിലാണ്, അല്ലെങ്കിൽ രാത്രി ഇതൊന്നും പറയില്ല. അപ്പൊ മാമന്റെ എൻഡിങ് നോട്ടിലേക്ക് വരുന്നതിന് എനിക്ക് പ്രേക്ഷകരോട് ആസ് എ കോർഡിനേറ്റർ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് ഒരു സാമ്പിൾ വെടിക്കെട്ടാണ്. വെറും 10 വ്യൂവേഴ്സ് കൂടി ഇല്ലാതെ ഞങ്ങൾ ഇത് അവതരിപ്പിച്ചു. വ്യൂവേഴ്സിന്റെ എണ്ണം കൂടുതലനുസരിച്ച് നോക്കിക്കോ, നമ്മൾ ഗ്രാൻഡ് ഇവന്റ് നടത്തും ഓണത്തിന് ലൈവായിട്ട്. നമ്മൾ 3 മണിക്കൂർ 4 മണിക്കൂറിന്റെ വിത്ത് എന്റർടൈൻമെന്റ് ഷോസ്. അടുത്ത ഓണത്തിന് നമ്മൾ വേറെ റിസോർട്ട് പോയി ട്രിപ്പ് ഇട്ടിട്ട് ചെയ്യും. അതെ, അടിപൊളിയായിട്ട് ചെയ്യും. എന്ത് ചെയ്യുന്നും കൂടി പറയടാ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും. കൂടും. അപ്പൊ അടുത്ത ഓണത്തിന് ഞങ്ങൾ അതാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മാവേലിയിലേക്ക് തിരിച്ചു കൊടുക്കാം. മാവേലി. അപ്പൊ എല്ലാവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും നല്ലൊരു ഓണം ആശംസിക്കുന്നു. എന്തൊന്നുമില്ല, അത്രേ ഉള്ളൂ. പ്രേക്ഷകരോടാ, വിഘ്നേഷിന്റെ ഫാൻസിനോട്. ഈ കൂട്ടത്തില് ആൾക്കാർ ശ്രദ്ധ പിടിച്ചു പറ്റിയത് 2 പേരാണ്. ഒന്ന് മാമനും വിഘ്നേഷും. വിഘ്നേഷ് എൻഡിങ് നോട്ട് പറഞ്ഞോളൂ. വിഘ്നേഷ് എങ്ങനെ കമന്റ് വന്നിട്ടുണ്ട് എന്റെ പേരില്. ഒരു ലൈക്ക് വന്നിട്ട് പേരില്. എന്ത് കമന്റ്? വിഘ്നേഷ് എവിടെയെന്ന് വെച്ചിട്ട് കഴിഞ്ഞ വീഡിയോക്ക് അന്ന് ഈ ഇല്ലായിരുന്നു. മോശം കമന്റാടാ ഈ പറഞ്ഞോ. എന്തിനാ വെറുതെ കേൾക്കുന്നത്? അതെ, മോശം കമന്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരിക്കും ആദിത്യ കുറെ ദിവസമായി എന്നെ വിളിക്കാതെ. എനിക്ക് പറയാനുള്ളത്, നെക്സ്റ്റ് ഓണത്തിന് നമ്മൾ ഗ്രാൻഡ് പ്രോഗ്രാം നടത്തുന്നല്ല പറഞ്ഞത്. നടത്തൂലെന്ന് പറയാൻ എന്ത് തേങ്ങ. ഞാൻ ലീവ്.
അപ്പൊ അതിന് നമ്മൾ സക്സസ് ആവാൻ എല്ലാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓ, യുവർ സപ്പോർട്ട് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ എല്ലാവർക്കും. ഒരു മിനിറ്റ് മെയിൻ സംഭവം പറഞ്ഞില്ല. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Hope you guys have enjoyed the video. ഒരുപാട് നല്ല മെമ്മറീസും മൊമെന്റ്സും പിന്നെ ഇതുപോലുള്ള കുറച്ച് നല്ല കോണ്ടന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ചാനൽ. ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡ് കാണാനും ഇതുപോലുള്ള കോണ്ടന്റ്സ് തുടർന്ന് കാണാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. The only intention is to entertain you guys, so keep watching, keep supporting. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.